ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മൂന്നാൾ ഒരുമിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നിഷ്മോൾക്ക് ഇന്ന് ആർട്സ് ആണ് സ്കൂളിൽ. അപ്പോൾ അവളെ സ്കൂളിലാക്കി കൊടുക്കണം. അങ്ങനെ ബസ് കാത്തു നിന്ന് അവസാനം കുറേ ലേറ്റ് ആയിട്ടാണ് ബസ് കിട്ടിയത്. അങ്ങനെ അവളെ സ്കൂളിലാക്കി കൊടുത്തിട്ട് ഞാൻ പെരിന്തൽമണ്ണക്ക് ബസ് കയറി. 2 ദിവസമായിട്ട് അങ്ങാടിപ്പുറത്ത് ബ്ലോക്ക് കുറവാണ് കേട്ടോ. റോഡ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് വളരെ അപൂർവമായിട്ടുള്ള കാഴ്ചയാണ്. അധിക ദിവസം സൈഡിലൂടെ നടക്കാൻ പോലുള്ള സ്ഥലം ഉണ്ടാവാറില്ല. അങ്ങനെ ദാ സ്കിൽമേറ്റിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഷോപ്പിഫൈ ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. സാർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു 100 വട്ടം ചോദിക്കും മനസ്സിലായോ മനസ്സിലായോ എന്ന്. അപ്പൊ മനസ്സിലായി എന്നൊക്കെ പറയും. പിന്നെ അത് ചെയ്ത് നോക്കുമ്പോൾ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. എന്താല്ലേ, എല്ലാം മനസ്സിലായി എന്നൊക്കെ വിചാരിച്ച് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഒരു 100 ഡൗട്ടുകൾ വരുന്നത്. പിന്നെ എത്ര ഡൗട്ട് ഉണ്ടെങ്കിലും അത് എപ്പോൾ വേണമെങ്കിലും ചോദിച്ചാലും റിപ്ലൈ ഉണ്ട് എന്നുള്ളതാണ് സ്കിൽമേറ്റിന്റെ പ്രത്യേകത. അങ്ങനെ ഇന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് ഷിബിലി വന്നിട്ട് പറഞ്ഞത് ഇന്ന് ഫായ് സാറിന്റെ ചെലവുണ്ട് എന്നുള്ളത്. അപ്പൊ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് ബാഗ് തന്നെ വെച്ചു. അപ്പോൾ സംഭവം എന്താണെന്നറിയോ, ഓണം പ്രോഗ്രാമിന്റെ അന്ന് ഓരോ ടീമിലെയും സാറന്മാര് ജയിച്ചാൽ ഫുഡ് വാങ്ങിച്ചിരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ടീമായിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ടീമിൽ ഫായ് സാറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് ഫ്രൈഡേ ആണല്ലോ. അപ്പൊ ജുമുഅ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നെഹദിയിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. പക്ഷെ ടീമിലെ എല്ലാവർക്കും ഇതിൽ കൂടാൻ പറ്റിയിട്ടില്ലായിരുന്നു. 1-2 പേര് ലീവായിരുന്നു. 1-2 പേര് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫായ് സാറിന്റെ പോക്കറ്റ് കാലിയാക്കിയ സമാധാനത്തിൽ ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞു. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.